ക്ഷേമ പെൻഷൻ വിതരണം അക്കൗണ്ട് വഴിയാക്കുന്ന സർക്കാർ ഉത്തരവിനെതിരെ സമരത്തിന് CPIM ആഹ്വാനം. വീട്ടുപടിക്കലെത്തിയിരുന്ന പെൻഷൻ ബാങ്ക് അക്കൗണ്ട് വഴിയാക്കുന്നത് പദ്ധതി നിർത്തലാക്കുന്നതിനുള്ള മുന്നറിയിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഉത്തരവ് പിൻവലിക്കും വരെ സമരമെന്ന് CPIM സംസ്ഥാന സമിതിയും വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര സഹായം നഷ്ടമാകാതിരിക്കാനും ക്രമക്കേടുകൾ ഒഴിവാക്കാനാണ് തീരുമാനമെന്നുമാണ് സർക്കാർ വിശദീകരണം. സഹകരണ സംഘങ്ങളെ ഒഴിവാക്കി സാമൂഹ്യക്ഷേമ പെൻഷൻ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് നൽകാനാണ് സർക്കാർ നീക്കം. ബാങ്കിലെത്തി പെൻഷൻ വാങ്ങാൻ കഴിയാത്തവർക്ക് വീട്ടിലെത്തിക്കുന്ന മുൻ സർക്കാരുകളുടെ നയം VD സതീശൻ സർക്കാർ അട്ടിമറിച്ചെന്നാണ് പ്രധാന വിമർശനം. ബാങ്ക് വഴിയുള്ള വിതരണം മുൻപുമുണ്ടായിരുന്നെങ്കിലും അതിന് സാധിക്കാത്ത 30 ലക്ഷത്തോളം പേർ നേരിട്ടാണ് പെൻഷൻ വാങ്ങിയിരുന്നത്. UDF സർക്കാരിന്റെ നീക്കം ക്ഷേമ പെൻഷൻ പദ്ധതി തന്നെ അവസാനിപ്പിക്കാനാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. പെൻഷൻ വിതരണ പരിഷ്കരണത്തിനെതിരെ ബഹുജന സമരത്തിന് CPIM ആഹ്വാനം ചെയ്തു. പെൻഷൻ ഉപഭോക്താക്കളെ അണിനിരത്തി പ്രക്ഷോഭമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 62 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശാ കേന്ദ്രമായിട്ടുള്ള പെൻഷൻ പദ്ധതി എങ്ങനെ ഒഴിവാക്കാം എന്നതിൻ്റെ ആദ്യ ഭാഗമാണ് നേരിട്ടുള്ള പെൻഷൻ വേണ്ടതില്ല എന്ന തീരുമാനം. അതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കേരളത്തിലെ ഈ 62 ലക്ഷം ആളുകളെയും അണിനിരത്തി അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭം, ഇത് പിൻവലിക്കുന്നത് വരെയുള്ള പ്രക്ഷോഭം ശക്തിയായിട്ട് നടത്തേണ്ടി വരും. ഗവൺമെന്റ് അടിയന്തരമായി ഈ പ്രഖ്യാപനം പിൻവലിക്കണം. പ്രതിഷേധം കനക്കുന്നതിനിടെ പുതിയ ഉത്തരവിൽ സർക്കാർ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കി. പെൻഷൻ നേരിട്ട് വിതരണം ചെയ്യുന്നത് നിർത്തലാക്കിയത് സഹകരണ സംഘങ്ങൾ വീഴ്ച വരുത്തുന്നത് കൊണ്ടാണെന്നാണ് സർക്കാരിന്റെ ന്യായീകരണം. കേന്ദ്ര സഹായം നഷ്ടപ്പെടാതിരിക്കാനാണ് നടപടിയെന്നും സർക്കാർ വിശദീകരിക്കുന്നു. വിതരണം ചെയ്യാത്ത തുക തിരിച്ചടയ്ക്കുന്നതിലും പോർട്ടലിൽ വിവരങ്ങൾ നൽകുന്നതിലും ക്രമക്കേടും കാലതാമസവും ഉണ്ടെന്ന് കുറിപ്പിൽ വിമർശനവും ഉന്നയിച്ചു. സർക്കാർ വിശദീകരണത്തെ വിമർശിച്ച മുൻ ധനവകുപ്പ് മന്ത്രി ക്രമക്കേട് വരുത്തുന്നവരെ മാത്രം മാറ്റി നിർത്തിയാൽ പോരെയെന്ന മറുചോദ്യം ഉന്നയിച്ചു. ക്രമക്കേട് തടയാൻ വേണ്ടി ഇത് ഈ എലിയെ പേടി ചില്ലം ചുടുക എന്ന് പറയുന്നൊരു ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതിങ്ങനെയുള്ള ആളുകളെ പറ്റിയാണ്. അങ്ങനെ ക്രമക്കേടുണ്ടെങ്കിൽ ക്രമക്കേട് കണ്ടുപിടിക്കാമല്ലോ. വളരെ ചെറിയ ഒറ്റപ്പെട്ട ചില ക്രമക്കേടുകൾ എവിടെയെങ്കിലും ഉണ്ടായി എന്നിരിക്കട്ടെ, അത്തരം ക്രമക്കേടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ശക്തമായ നിലപാടെടുക്കണം. വലിയതായിട്ട് ഇത് വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് ഉള്ളതുപോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള ശ്രമമായിരുന്നു വരുന്നത്. അതിനെ ശക്തമായിട്ട് അതിനകത്ത് പ്രതിഷേധം അറിയിക്കുകയാണ്. അടിയന്തരമായിട്ട് അത് തിരുത്തും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കിടപ്പ് രോഗികളെ കൂടാതെ അവശത അനുഭവിക്കുന്ന വയോധികരുൾപ്പെടെ നിരവധി പേർക്ക് പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിനോടാണ് താൽപര്യം. പെൻഷൻ നേരിട്ട് വീട്ടിലെത്തിക്കുന്നത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് നേരത്തെ തന്നെ UDF നേതാക്കൾ ആരോപിച്ചിരുന്നു. അധികാരത്തിലെത്തി മാസങ്ങൾ പിന്നീട് മുന്നേയുള്ള പരിഷ്കാരം രാഷ്ട്രീയ നീക്കമാണെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു. സഹകരണ മേഖലയിലും ഉത്തരവിനെതിരെ എതിർപ്പ് ശക്തമാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.